കൈലാസപർവ്വതത്തെക്കുറിച്ച് കേൾക്കാത്തവരായി കൂടുതൽ ആരും തന്നെ ഉണ്ടാകില്ല. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റിനേക്കാൾ ചെറിയ മൗണ്ട് കൈലാഷിൽ ഇന്നേ വരെ ഒരാൾ പോലും കയറിയിട്ടില്ല, ഒരാൾക്ക് പോലും അതിനെ കീഴടക്കാൻ സാധിച്ചിട്ടില്ല എന്നൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയോ? എന്തുകൊണ്ടായിരിക്കും അത്? പല മതങ്ങളും വലിയ പവിത്രതയോടു കൂടി തന്നെയാണ് മൗണ്ട് കൈലാഷിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുമതത്തിലാണെങ്കിൽ ശിവൻ വസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കൈലാസം. ഇതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കും ആർക്കും ഇന്നേ വരെ മൗണ്ട് കൈലാഷിന് മുകളിൽ കയറിപ്പറ്റാൻ സാധിക്കാത്തത്, അതിനെ കീഴടക്കാൻ സാധിക്കാത്തത്. വിശദമായി തന്നെ നോക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റിൻ്റെ ആകെ മൊത്തം ഉയരം വരുന്നത് 8848 മീറ്ററാണ്. എന്നാൽ കൈലാസം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന മൗണ്ട് കൈലാഷിൻ്റെ ഉയരത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അത് 6638 മീറ്ററാണ്. അതായത് മൗണ്ട് എവറസ്റ്റിനേക്കാൾ ഏറെക്കുറെ 28% ചെറുതാണ് മൗണ്ട് കൈലാഷ്. ഈ എവറസ്റ്റിൻ്റെ കാര്യത്തിൽ ഇന്നേ വരെ 5000-ലധികം വരുന്ന ആളുകൾ അതിനെ കീഴടക്കിയിട്ടുണ്ട്, അതിൻ്റെ മുകൾ ഭാഗത്ത് ക്ലൈംബ് ചെയ്തിട്ടുണ്ട്, കയറിയിട്ടുണ്ട്. പക്ഷേ കൈലാസത്തിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ ഇന്നേ വരെ ഒരൊറ്റ ആൾ പോലും അതിന് മുകളിൽ കയറിയിട്ടുള്ളതായിട്ട്, മൗണ്ട് കൈലാസിനെ കീഴടക്കിയിട്ടുള്ളതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള റെക്കോർഡുകളുമില്ല. തീർച്ചയായിട്ടും ഇത് തന്നെ മൗണ്ട് കൈലാഷിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്ചര്യവും അത്ഭുതമൊക്കെ നമ്മളിൽ നിറക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം മിസ്റ്ററികൾ, ഒരുപാട് തരത്തിലുള്ള നിഗൂഢതകൾ, ഒരുപാട് തരത്തിലുള്ള കോൺസ്പിറസികളൊക്കെ തന്നെയും മൗണ്ട് കൈലാഷിനെ ചുറ്റിപ്പറ്റിയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യം തന്നെ നമ്മൾ ജിയോഗ്രഫിക്കലിയുള്ള കാര്യങ്ങൾ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ട്രാൻസ് ഹിമാലയയുടെ ഭാഗമായിട്ട് ടിബറ്റിലാണ് നമുക്ക് ഈ ഒരു പിരമിഡ് രൂപത്തിലൊക്കെ തോന്നുന്ന നിലയിലുള്ള ഈ ഒരു വിചിത്രമായിട്ടുള്ള പർവ്വതത്തെ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഒരു ജിയോഗ്രഫിക്കൽ സിഗ്നിഫിക്കൻ്റ് എന്ന നിലയിൽ പലരും എടുത്തുദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്. നോർത്ത് പോളിൽ നിന്നും ഈ ഒരു മൗണ്ട് കൈലാഷിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 6666 കിലോമീറ്ററുകളാണ്. അതുപോലെ തന്നെ മൗണ്ട് കൈലാഷിൽ നിന്ന് ഇനി സൗത്ത് പോളിലേക്കുള്ള ദൂരം നോക്കുമ്പോൾ നോർത്ത് പോളിലേക്ക് ഉണ്ടായിരുന്ന ദൂരത്തിൻ്റെ ഇരട്ടി, അതായത് 13332 കിലോമീറ്ററുകളാണ് വരുന്നത്. ഇത് കൂടുതലായിട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ അങ്ങനെ കൂടുതൽ ഡാറ്റകളൊന്നും ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇത് എത്രത്തോളം സത്യമാണെന്നുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതായാലും കാണാൻ സാധിച്ചില്ല. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു കാര്യം മൗണ്ട് എവറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലയിടത്തായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇത് തന്നെ വലിയൊരു അത്ഭുതമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടല്ലേ. മാത്രമല്ല, ഇനി അങ്ങോട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ മൗണ്ട് കൈലാഷ് എന്ന് പറയുന്ന ഈ ഒരു പർവ്വതം വ്യത്യസ്ത തരത്തിലുള്ള മതക്കാരുടെ ഇടയിൽ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് വലിയ തോതിൽ അവർ പവിത്രതയോടുകൂടെ കാണുന്ന ഒന്നാണ് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വിശദമായ നിലയിൽ തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമുക്ക് പരിശോധിച്ചു പോകാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മതങ്ങളൊക്കെ തന്നെയും എന്താണ് മൗണ്ട് കൈലാഷുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പർവ്വതവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ വിശ്വാസങ്ങൾ. അതുപോലെ തന്നെ ഇന്നേ വരെ ആരും ഇതിന് മുകളിൽ കയറാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടില്ലേ, അവർക്ക് എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ആർക്കും ഇതിന് മുകളിൽ കയറിപ്പറ്റാൻ സാധിക്കാത്തത്, ഇനി ഇതിനെല്ലാം അപ്പുറത്തേക്ക് ശരിക്കും എന്താണ് ഈ ഒരു പർവ്വതത്തിന് മുകൾ ഭാഗത്തുള്ളത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് അങ്ങനെ പരിശോധിച്ച് പോകാം. ആദ്യമായിട്ട് നമുക്ക് മതങ്ങളുടെ കാര്യത്തിലേക്ക് തന്നെ എടുത്തു നോക്കാം. വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നായിട്ട് പോലും മൗണ്ട് കൈലാഷിലേക്ക് അല്ലെങ്കിൽ ആ പർവ്വതത്തിൻ്റെ സമീപ പ്രദേശത്തേക്ക് ഒരുപാടധികം ആളുകൾ, പ്രത്യേകിച്ച് വ്യത്യസ്ത മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഹിന്ദു മതത്തിൽ കൈലാസവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പരിശോധിക്കാം. നമുക്കറിയുന്നത് പോലെ തന്നെ ശിവഭഗവാൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന, വസിച്ചുകൊണ്ടിരിക്കുന്ന ഇടമാണ് കൈലാസം എന്നുള്ള നിലയിൽ തന്നെയാണ് അവിടെ വിശ്വാസമുള്ളത്. ഈ ഒരു കൈലാസത്തിൽ ഇരുന്നു കൊണ്ടാണ് ശിവൻ എല്ലാം നിയന്ത്രിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ചും, അതുപോലെ തന്നെ എല്ലാവരെയും സംരക്ഷിച്ചു പോരുന്നതൊക്കെ ഇവിടെ വെച്ചുകൊണ്ടാണെന്നുള്ള നിലയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, ശിവനും പാർവതിയെയും ശല്യം ചെയ്യാതിരിക്കുക എന്നൊരു കാര്യം കൊണ്ട് തന്നെ ഒരാൾ ഇതിന് മുകളിലേക്ക് കയറരുത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഇനി രണ്ടാമത്തെ മറ്റൊരു വിശ്വാസമുള്ളത് ശംബല എന്ന് പറയുന്ന ഒരു മിത്തോളജിക്കൽ സിറ്റിയെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു മാജിക്കൽ സിറ്റിയെക്കുറിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടിരിക്കാനുള്ള സാധ്യതകളുണ്ട്. കൽക്കി എന്ന് പറയുന്ന സിനിമയിലൊക്കെ തന്നെയും ഇത്തരം ഒരു സിറ്റിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതായത് കലിയുഗത്തിൽ കൽക്കി അവതരിക്കുക ശംബല എന്ന് പറയുന്ന ഈ ഒരു നഗരത്തിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് നിന്നായിരിക്കും എന്നുള്ള നിലയിലാണ് അവിടെ വിശ്വാസങ്ങൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പല ആളുകളും വിശ്വസിക്കുന്നത് ഈ ഒരു കൈലാസ പർവ്വതത്തിലാണ് ഇത്തരത്തിലുള്ള ഈ ഒരു മാജിക്കൽ സിറ്റി ഉള്ളത്, ഈ ഒരു ശംബല അല്ലെങ്കിൽ ശംബാല എന്നൊക്കെ പറയുന്ന ഈ ഒരു നഗരമുള്ളത് എന്നൊരു കാര്യമാണ്. ഇനി നേരെ ബുദ്ധമതത്തിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ അവരും വലിയ പവിത്രതയോട്
കൂടി തന്നെയാണ് മൗണ്ട് കൈലാഷിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ ഈ ഒരു പർവ്വതത്തെ വിളിക്കുന്നത് കോങ് റിൻപോച്ചെ എന്നൊരു പേരിലാണ്. അതിൽ തന്നെ ചക്രസംവര അല്ലെങ്കിൽ ബുദ്ധ ധംചോക്ക് ഇന്നും വസിച്ചുകൊണ്ടിരിക്കുന്നത്, ആളുകൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പർവ്വതത്തിന് മുകളിൽ ജീവിച്ചിരുന്നു കൊണ്ടാണ് എന്നൊരു വിശ്വാസമാണ് ബുദ്ധമത വിശ്വാസികളായിട്ടുള്ള ആളുകൾക്കിടയിലുള്ള വിശ്വാസം. അതോടൊപ്പം തന്നെ ഈ ഒരു പർവ്വതത്തെ പ്രദക്ഷിണം ചെയ്യുന്നത്, ഇതിനെ ചുറ്റുന്നത് വലിയ പുണ്യമാക്കപ്പെടുന്ന ഒരു കാര്യമായിട്ട്, അതുപോലെ തന്നെ പാപങ്ങൾ പൊറുക്കാനുള്ള ഒരു കാരണമായിട്ട് പോലും ബുദ്ധമതസ്ഥർ വിശ്വസിച്ചു വരുന്നുണ്ട്. അതിനടിസ്ഥാനത്തിൽ തന്നെ അവർ ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു മൗണ്ട് കൈലാഷിനെ ഇത്തരത്തിൽ പ്രദക്ഷിണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ 52 കിലോമീറ്ററുകളോളം നടക്കേണ്ടതുണ്ട്. അതും 3 ദിവസം സമയം എടുത്തുകൊണ്ടാണ് ഈ മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വലിയ പ്രാധാന്യത്തോടു കൂടെയാണ് മൗണ്ട് കൈലാഷിനെ അവർ കാണുന്നത് എന്നൊരു കാര്യം കൊണ്ട് മൗണ്ട് കൈലാഷിൽ കയറുക എന്നതിനപ്പുറത്തേക്ക് അതിൽ കാൽപാദം പതിപ്പിക്കുന്നത് പോലും അല്ലെങ്കിൽ അതിൽ ചവിട്ടുന്നത് പോലും വലിയ മോശം പ്രവൃത്തിയായിട്ടാണ് ബുദ്ധമതസ്ഥർ പ്രത്യേകിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ബോൺ എന്ന് പറയുന്ന ടിബറ്റുകാരുടെ പ്രാചീന മതത്തിലേക്ക് നോക്കുമ്പോൾ അവരും ഇതുപോലെ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ മൗണ്ട് കൈലാഷിനെ കണ്ടുവരുന്നുണ്ട്. അവരുടെ ദൈവങ്ങൾ വസിച്ചുകൊണ്ടിരിക്കുന്നത് കൈലാസ പർവ്വതത്തിന് മുകളിലാണ് എന്നൊരു വിശ്വാസം അവിടുത്തുകാരായിട്ടുള്ള ആളുകൾക്കുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു മതവിശ്വാസികളായിട്ടുള്ള ആളുകൾക്കുണ്ട്. അതിൽ തന്നെ കുറച്ചുകൂടെ നമ്മൾ ഇൻഡെപ്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ടൊംബ ഷെൻറബ് എന്ന് പറയുന്ന അവരുടെ നേതാവ് അല്ലെങ്കിൽ അവരുടെ ദൈവമൊക്കെ ഇറങ്ങി വന്നത്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു മൗണ്ട് കൈലാഷിലേക്കാണ് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ജൈന മതത്തിലേക്ക് നോക്കുമ്പോഴും ഇത്തരം ഒരു കാര്യം അവിടെ കാണുന്നുണ്ട്. അവരുടെ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ അവരുടെ ദൈവങ്ങൾക്കൊക്കെ തന്നെയും മോക്ഷം ലഭിച്ചിട്ടുള്ള ഒരു ഇടം കൂടിയാണ് മൗണ്ട് കൈലാഷ് എന്ന നിലയിലാണ് ആ ഒരു മതവിഭാഗക്കാരായിട്ടുള്ള ആളുകൾ വിശ്വസിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു മൗണ്ട് കൈലാഷിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് 2 ലേക്കുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതിലൊന്ന് ബ്രഹ്മാവ് സൃഷ്ടിച്ചിട്ടുള്ളതാണെന്നും മറ്റേത് ശിവഭക്തനായിരുന്ന രാവണൻ ശിവനെ തപസ് ചെയ്തിരുന്ന സ്ഥലമാണ്, ആ ഒരു ലേക്കിന് തീരത്ത് വെച്ചുകൊണ്ടാണ് തപസ് ചെയ്തിരുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള വിശ്വാസങ്ങളും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇന്നേ വരെ ഒരാളും ഈ ഒരു പർവ്വതത്തിന് മുകളിൽ കയറിയിട്ടില്ലേ, അല്ലെങ്കിൽ ഒരാൾ പോലും അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടില്ലേ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇതുവരെ ഒരാളും അതിന് മുകളിൽ കയറിയിട്ടുള്ളതായിട്ട്, അതിനെ കീഴടക്കിയിട്ടുള്ളതായിട്ടുള്ള ഒരൊറ്റ റെക്കോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേങ്കിലും 1980 റെയിൻഹോൾഡ് മെസ്നർ എന്ന് പറയുന്ന വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു മൗണ്ടനിയർ ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും ഈ ഒരു പർവ്വതത്തെ കീഴടക്കാൻ അല്ലെങ്കിൽ ഇതിലൊരു എക്സ്പെഡിഷൻ നടത്താൻ, അതിന് മുകളിൽ കയറാൻ ആവശ്യമായിട്ടുള്ള പെർമിഷൻസ് ഒക്കെ തന്നെയും മേടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് പല മതസ്ഥരും ഇതിനെ വലിയ പവിത്രതയോടുകൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നൊരു കാര്യം കൊണ്ട് തന്നെ അതിൻ്റെ പവിത്രതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത്. ഇനി അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നോക്കുമ്പോൾ 1900കളുടെ തുടക്കത്തിൽ കേണൽ RC വിൽസൺ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനും ഇതുപോലെ തന്നെ മൗണ്ട് എവറസ്റ്റിനെ കീഴടക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഏതാനും ദൂരം അങ്ങനെ കയറാൻ ആരംഭിച്ചതോട് കൂടിയിട്ട് വലിയ തോതിൽ തന്നെയുള്ള ഹിമപാതം ഉണ്ടാവുകയും വെതർ വലിയ തോതിൽ തന്നെ മോശമാവുകയും ചെയ്തതോട് കൂടിയിട്ട് അദ്ദേഹത്തിന് അതിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നു. പല ആളുകളും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ദൈവപക്കൽ നിന്നുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന നിലയിലൊക്കെ തന്നെയാണ്. ഇതിനെല്ലാം അപ്പുറത്തേക്ക് ഇനിയും നമ്മൾ കൂടുതലായിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ടിബറ്റുകാരായിട്ടുള്ള ആളുകളോട് നമ്മൾ കൂടുതലായിട്ട് അന്വേഷിച്ചിറങ്ങുമ്പോൾ ആരെങ്കിലും ഈ ഒരു കൈലാസം കീഴടക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടുത്തുകാരായിട്ടുള്ള ആളുകൾക്ക് പറയാനൊരു പേരുണ്ട്. അത് മിലരപ്പ എന്നാണ്. 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വലിയ തോതിൽ തന്നെ ആരോഗ്യവാനായിട്ടുണ്ടായിരുന്ന മിലരപ്പ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു സന്യാസിയൊക്കെ ഒരു മോങ്കൊക്കെ ആയിരുന്നു തോന്നുന്നു. അദ്ദേഹം ഈ ഒരു കൈലാസ പർവ്വതത്തിന് മുകളിൽ കയറിയിട്ടുണ്ട്, കൈലാസത്തെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം അവിടുത്തുകാരായിട്ടുള്ള ആളുകൾക്കിടയിൽ പ്രചരിക്കുന്നുണ്ട്. അത് എത്രത്തോളം സത്യമാണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും സംശയങ്ങൾ ഏതായാലും നീണ്ടു നിൽക്കുന്നുണ്ട്. ഇനി എന്താണ് ഈ ഒരു കൈലാസ പർവ്വതത്തിന് മുകളിലുള്ളത്? ഈ വ്യത്യസ്ത മതങ്ങളൊക്കെ പറയുന്നത് പോലെ അതിന് മുകളിൽ ദൈവങ്ങൾ വസിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും പറയുന്നതിന് മുൻപായിട്ട് എന്തുകൊണ്ട് ഈ ആളുകൾക്കൊന്നും തന്നെ ഇതിന് മുകളിൽ കയറാൻ സാധിക്കുന്നില്ല, എന്താണ് അവരെ പുറകോട്ട് വലിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ നോക്കുമ്പോൾ എക്സ്ട്രീം ടെറൈൻ ആണ് ഈ ഒരു കൈലാസ പർവ്വതത്തിനുള്ളത്. അതിന് മുകളിൽ കയറുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ട് നേരിടുന്നൊരു വിഷയമാണ് എന്നൊരു കാര്യമാണ്. രണ്ടാമതായിട്ടുള്ളത് വെതർ കണ്ടീഷനാണ്. പലപ്പോഴും മോശം അവസ്ഥയാണ്, കാലാവസ്ഥയാണ് ഈ ഒരു മേഖലയിൽ ഉണ്ടാകാറുള്ളത് എന്നൊരു കാര്യം കൊണ്ട് തന്നെ ആർക്കും ഇതുവരെ കയറാൻ സാധിച്ചില്ല എന്ന് പറയുന്നു. അതുപോലെ മൂന്നാമതായിട്ടുള്ള ഒരു കാര്യം, ഇതുവരെ ഒറ്റ ആൾ പോലും അതിന് മുകളിൽ കയറിയിട്ടില്ല എന്നൊരു കാര്യം കൊണ്ട് തന്നെ എങ്ങനെ അതിന് മുകളിൽ കയറും എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണകളോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള റൂട്ടോ ഇതുവരെ ഇല്ല എന്ന് പറയുന്ന മറ്റൊരു കാര്യമാണ്. ഇനി മറ്റൊന്ന് കാണാൻ സാധിക്കുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഒരു അൺയൂഷ്വൽ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഒരു മേഖലയിലുണ്ട് എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ അതിന് ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണങ്ങളില്ല,
ഒരു തിയറി ആയിട്ട് അവശേഷിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം ഒരു അൺയൂഷ്വൽ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഒരു മേഖലയിൽ ഉള്ളത് കാരണമായിട്ട് തന്നെ ഇതിന് മുകളിൽ കയറാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുമ്പോൾ അവരുടെ കോമ്പസ് പോലുള്ള ഡിവൈസുകൾ അല്ലെങ്കിൽ ഡയറക്ഷൻ അറിയാനുള്ള ഡിവൈസുകളൊക്കെ തന്നെയും പ്രവർത്തനം നിലക്കുന്നുണ്ട്, അതിന് വ്യത്യസ്ത കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇത് തിയറി ആയിട്ട് മാത്രം അവശേഷിക്കുന്നതാണ്. എത്രത്തോളം അതിൽ സത്യമുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഏതായാലും അറിയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അത്തരം ഒരു നിലയിൽ അവശേഷിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ തന്നെയും സയൻറ്റിഫിക്കലി ഇതിൻ്റെ കാരണങ്ങളായിട്ട് വിശദീകരിക്കാവുന്നതാണ്. ഇതിനപ്പുറത്തേക്ക് നമ്മൾ ഏതായാലും വിശ്വാസത്തെ കൂട്ടിക്കുഴക്കുന്നില്ല. മതങ്ങളുടെയും വിശ്വാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് ഇതിന് മുകളിൽ ആർക്കും കയറാൻ സാധിക്കുന്നില്ല എന്നതിന് വ്യത്യസ്ത തരത്തിലുള്ള ഉത്തരങ്ങളുണ്ടാവും. ഏതായാലും നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. ഇനി നമ്മൾ മുമ്പേ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന കാര്യം എന്താണ് ഈ ഒരു മൗണ്ട് കൈലാഷിന് അല്ലെങ്കിൽ ഒരു കൈലാസ പർവ്വതത്തിന് മുകളിലുള്ളത്? ഈ ഒരു കാര്യത്തെക്കുറിച്ച് ആർക്കും അറിയില്ല എന്നതുകൊണ്ട് തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം തിയറികൾ, കോൺസ്പിറസി തിയറികൾ മറ്റൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ഏറ്റവും അധികം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാമത്തെ കാര്യം ഇത് ഏലിയനുകളുമായിട്ട് കണക്റ്റഡ് ആണ് എന്ന് പറയുന്നൊരു കാര്യമാണ്. ഏലിയനുകൾ ഭൂമിയിലേക്ക് വരാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന അവരുടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വാഹനമാണിത്. അത് പിന്നീട് മഞ്ഞു മൂടിയ ഒരു അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു. ഭൂമിയിൽ ജീവൻ്റെ കാരണമൊക്കെ തന്നെയും വന്നിട്ടുള്ള ഏലിയനുകളാണ്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള തിയറികളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമതായിട്ടുള്ളൊരു തിയറി എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പരാമർശിച്ച ശമ്പല എന്നൊക്കെ പറയുന്ന ആ ഒരു മാജിക്കൽ സിറ്റി ഉള്ളത് ഇതിന് മുകളിലാണ്. അപ്പോൾ അവർ ആളുകളെ ഒന്നും കയറാൻ സമ്മതിക്കാത്ത നിലയിൽ അവരുടെ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് തടഞ്ഞു വെക്കുകയാണ്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് ഭൂമിയുടെയും പ്രപഞ്ചത്തിൻ്റെയും ഒക്കെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഈ ഒരു മൗണ്ട് കൈലാഷാണ് എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു തിയറി ഉണ്ട്. മാത്രമല്ല ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ഹിന്ദു മതത്തിലും കാണാൻ സാധിക്കുന്നുണ്ട്. ശിവൻ വസിക്കുന്ന ഈ സ്ഥലം പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമാണെന്ന് തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങൾ അവിടെയുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഇതിനപ്പുറത്തേക്ക് വലിയ തോതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം കൂടെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു കാലത്ത്, അതായത് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഹിറ്റ്ലർ ഒരു ടീമിനെ പോലും മൗണ്ട് കൈലാഷുമായി ബന്ധപ്പെട്ട മേഖല ടിബറ്റൊക്കെ തന്നെയും വ്യക്തമായി പഠിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആര്യന്മാരുടെ പൂർവികരുടെ ആ ഒരു എന്താ പറയുക ശൃംഖലയും മറ്റുമൊക്കെ അന്വേഷിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങൾ ഇൻ്റർനെറ്റിൽ പരതുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ തന്നെ ചില തിയറികൾ പറയുന്നത് ഈ ഒരു മൗണ്ട് കൈലാഷിൻ്റെ സീക്രട്ട് എന്താണ് എന്ന് അന്വേഷിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ നിന്നും എന്തെങ്കിലും ദിവ്യമാക്കപ്പെട്ട വസ്തു കിട്ടുമോ അല്ലെങ്കിൽ അത്തരം ഒരു സീക്രട്ട് കിട്ടുമോ എന്നൊരു കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഹിറ്റ്ലർ ഇത്തരത്തിലുള്ള ഒരു ടീമിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിലൊക്കെ തന്നെയും എത്രത്തോളം സത്യമുണ്ട് എന്നുള്ള അറിയില്ല, ജസ്റ്റ് തിയറികളായിട്ട് അവശേഷിക്കുന്ന കാര്യങ്ങളാണ്. ഇനി സുപ്രധാനമായിട്ടുള്ള മറ്റൊരു ചോദ്യം, ഇപ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരാളെയും ഈ ഒരു കൈലാസ പർവ്വതത്തിന് മുകളിലേക്ക് കയറാൻ വേണ്ടി ചൈനീസ് ഗവൺമെൻറ് അനുമതി നൽകുന്നില്ല. 1980-കളിൽ തന്നെ പൂർണ്ണമായിട്ടും ഇതിന് മുകളിൽ കയറുന്നത് അവർ നിരോധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു നിരോധനം അവർ ഏർപ്പെടുത്തിയിട്ടുള്ളത്? അത് പ്രധാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന അതിൻ്റെ കാരണം എന്ന് പറയുന്നത് വ്യത്യസ്ത മതങ്ങളൊക്കെ തന്നെയും വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് കൈലാസത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നൊരു കാര്യം തന്നെയാണ്. അതിപ്പോൾ ഹിന്ദു മതമാണെങ്കിലും ബുദ്ധമതമാണെങ്കിലും ജൈന മതമാണെങ്കിലും അങ്ങനെ വ്യത്യസ്ത മതങ്ങളിലൊക്കെ തന്നെയും വലിയ പ്രാധാന്യം അവരൊക്കെ തന്നെയും ആ മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളൊക്കെ തന്നെയും കൈലാസത്തിന് നൽകുന്നുണ്ട്. ഇനി ഇതിനെല്ലാം അപ്പുറത്തേക്ക് ശരിക്കും എന്താണ് ഈ ഒരു മൗണ്ട് കൈലാഷ്, അല്ലെങ്കിൽ അതിന് മുകളിൽ എന്തെല്ലാം കാര്യങ്ങളാണുള്ളത്? എന്തുകൊണ്ട് ഒരാളെ കൊണ്ടും അതിന് മുകളിൽ കയറാൻ സാധിക്കുന്നില്ല? അവിടെ ഈ അൺയൂഷ്വൽ മാഗ്നറ്റിക് ഫീൽഡുകളുണ്ടോ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ചോദ്യങ്ങൾ സ്റ്റിൽ അതൊരു ഉത്തരം കിട്ടാത്ത ഒരു സംഹിതയായിട്ട് അവിടെ അവശേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത്രയും കാര്യങ്ങൾ കേട്ടതിന് ശേഷം എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മൗണ്ട് കൈലാഷിനെ അല്ലെങ്കിൽ കൈലാസ പർവ്വതത്തെ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ ബൈ.